ജനിച്ചിട്ട് ഇത്രയും വർഷമായിട്ട് മകളെ അംഗീകരിക്കാത്ത ഒരുത്തൻ ഇതല്ല ഇതിന്റെ അപ്പുറം ചെയ്യും. സാരമില്ല, നമുക്ക് വേറെ വഴി നോക്കാം. എന്തായാലും പറ്റിയത് പറ്റി. തൽക്കാലം അവളോട് പറയണ്ട. പറ്റിയതും കിട്ടിയതും പറയണ്ട. ആ രാവിലെ കോശി വീശി തുടങ്ങിയോ? രാവും പകലൊക്കെ ഉണ്ടാക്കണ സൂര്യനും ചന്ദ്രനും അല്ലേ കോശി വീശു. കോശി വീണ വേദന കാരണം ഞാൻ വീണ വായന എന്ന് കേട്ടിട്ടുണ്ട്. വീണ വേദന എന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. വസന്തിക്ക് ഇഷ്ടായില്ലെന്ന് തോന്നുന്നു. അതിന് ഞാൻ വസന്തിക്ക് കൊടുത്തില്ലല്ലോ. അതല്ല, ഞാൻ ഇങ്ങനത്തെ ഒരു ചീപ്പ് സെറ്റപ്പിൽ ഇരിക്കുന്നത് ആ കുട്ടിക്കൊരു അപ്പൊ എന്റെ കാര്യോ? വസന്തിക്ക് ഞാൻ കോള കൊടുത്ത് കൂളാക്കാം. എനിക്കിപ്പൊ നിങ്ങളുടെ കീഴിൽ പണിയെടുക്കേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ എന്റെ കുടുംബം പട്ടിണി എടുക്കണമെന്ന് വിചാരിച്ചിട്ടാ ഞാനിത് അടിക്കും. കോശി ലേശം ഓവറാ. ഞാൻ ഓവറൊന്നുമല്ല, ഒരു 6 റുപ്യ കഴിച്ചിട്ടുണ്ട്. വസന്തിക്ക് ഞാൻ കോള കൊടുത്തിട്ട് ഇപ്പൊ വരാം. മുഴുവൻ തീർത്ത് കളഞ്ഞേക്കല്ലേ. അപ്പൊ ഇത് ഞാൻ അടിക്കും. അങ്ങനെ കഴിക്കല്ലേ എന്റെ കോശി. വെറുതെ എന്തിനാ ഇങ്ങനെ ലിവർ കളയണേ? എന്താ ഇവിടെ ഒരു കലാപരിപാടി? അത് കുക്കിന് ചെറിയൊരു ട്രീറ്റ്. ഇത് വസന്തി എന്താ ഇത്? കോള. ഭയങ്കര മേലുവേദന, ഞാനൊന്നും മയങ്ങട്ടെ. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. ടെറസിന്റെ മുകളിലേക്ക് പോവല്ലേ, മുറ്റത്തേക്ക് ഇറങ്ങണ്ട. ഇതാ ഇത് വെച്ചോ, ആവശ്യം വരും. ഇതെന്താ യൂറിസ്റ്റ? എന്റെ മോലാളി, ഞാൻ ഈ ടെറസിലേക്കില്ല, വല്ല മറച്ചോട്ടിലും കിടന്നോളാം. അതാ നല്ലത്. ടെറസിന്റെ മുകളിൽ കിടന്നാലും രാവിലെ താഴെ ഉണ്ടാവും. അപ്പൊ പിന്നെ താഴെ കിടക്കുന്നല്ലേ നല്ലത്. ഞാൻ എവിടെയും കിടന്നോളാം. എന്നാലേ ഞാൻ ആ ടെറസിന്റെ മുകളിൽ കയറി പായ തലോനെ എടുക്കണ്ടേ. ഇതെന്ത്, ഇത് കോള മാത്രമേ ഉള്ളൂ? എടുത്തൊഴിച്ചൂടെ, ദേ ഇരിക്കുന്നു. ഇതെന്താ ഭൂമി കുലുക്കോ? വസന്തി ഇവിടെ ഇറങ്ങിയേ. വസന്തി, എടാ ഉണ്ണി, കോള മാറിപ്പോയടാ. ഓട്ടോ ഓട്ടോ, നേരെ ആ വണ്ടിയുടെ പുറകു വിട്ടോ. വേഗം പോ. കോച്ചി, കറണ്ട് കമ്പി നോക്കണേ. വേഗം വിടറോ. അടുപ്പിക്കേ. പിടിപോട്ടെ. കോച്ചി, പിടിച്ചിരുന്നോ? എന്റെ കിടപ്പാറം പോയേ. വേഗം വിട്. അയ്യോ, കോശിയല്ലേ ഇത്? ഈശ്വര, കോയമ്പത്തൂർ നോൺ സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചർ. അയ്യോ, ഇത് ഇനി കോയമ്പത്തൂരിൽ നിർത്തൂ. പോയത് പോട്ടെ, നമുക്ക് നമ്മളെ വണ്ടി പിടിക്കാം. ഒന്ന് വേഗം വിടറോ. ഹലോ, സുന്ദര, നീ സുന്ദര, ഹലോ, അങ്ങോട്ട് വേണം. ഞാൻ ഇങ്ങോട്ടാ. നിർത്ത്. ഞാനാ ഉണ്ണി. അപ്പൊ പിന്നെ ഞാനാരാ? ഇത് ഞാനാ സുന്ദരൻ. ഇതെന്താ? ഞാനൊരു ബൈക്കിന്റെ പുറകെ കയറി ടാങ് ചെയ്ത് പോയില്ലേ, അതൊരു ചാണാക്കുഴിയിലേക്കായിരുന്നു. ഇതെന്താ മൂക്കില് പഞ്ഞി? ഇത് സ്മെല്ലടിക്കാതിരിക്കാനാ. നമ്മുടെ ബസ് അവിടെ. അയ്യോ ചേട്ടാ, നിന്നാ ചായ കുടിച്ചിട്ട് പന്നി. എനിക്ക് ഡ്രൈവിംഗ് നല്ലോണം അറിയാൻ ഇപ്പൊ മനസ്സിലായില്ലേ? എന്റെ ജീവിതം നീ ഇപ്പൊ കളിച്ചത്. ഒരു നിമിഷം തെറ്റിയിരുന്നെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? ആരുടെങ്കിലും കൈയും കാലും പിടിച്ചൊന്ന് ജീവിക്കാന്ന് വെച്ചാ അവിടെ പോയിക്കോ. എന്റെ മുമ്പിന്ന് പോവാനല്ലേ പറഞ്ഞേ? നീ എന്താ ഈ കാണിച്ചേ? എന്തിനാ അതിനോട് പോവാൻ പറഞ്ഞേ? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? ശവം പോലും കിട്ടില്ലായിരുന്നു. അവൾ എന്താ ചെയ്തെന്ന് നീ കണ്ടല്ലേ? അതിനാണല്ലോ തല്ലിയത്. പിന്നെ പറഞ്ഞു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ തിരിച്ചു വിളിക്കാൻ പോവാ. വസന്തി, അവിടെ നിക്ക്. ഞാനാ വിളിക്കണത്. ഇല്ല, ഞാൻ ഇനി അങ്ങോട്ട് വരില്ല. അവനൊരു തമാശ പറഞ്ഞല്ലേ, ഇങ്ങോട്ട് വരാൻ. വരില്ല, ഞാൻ ഇനി ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. അവളെവിടെ പോവാനാ? അടി കൊണ്ട് ദേഷ്യം തീരുന്നവരെ എവിടെയെങ്കിലും ചുറ്റി തിരിഞ്ഞിട്ട് എത്തിക്കോളും. നീ വണ്ടി കയറ്, കുളിച്ചിട്ട്.
ജപ്തി ചെയ്യാനല്ല, ലോൺ സാങ്ഷൻ ആയ കാര്യം അറിയിക്കാനാ ഞാൻ വന്നത്. എത്ര രൂപ വേണം? 25,000, 50,000? ഇയാൾക്ക് ഇപ്പോഴാ ബോധം ഉദിച്ച് ജാരസന്തതിക്കത് നാട്ടി പാട്ടാവാതിരിക്കാൻ കോംപ്രമൈസിന് വന്നിരിക്കാം മൊട്ട. മിസ്റ്റർ കായ്മൾ, 50,000 അല്ല 1,00,000 രൂപ തന്നാലും ആ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാതെ ഞങ്ങൾ ഒരു കോംപ്രമൈസിനും തയ്യാറല്ല. ഏത് കുട്ടിയുടെ? എന്ത് കോംപ്രമൈസ്? ഓർമ്മയില്ല? ഇല്ല. ഞാൻ വീണ്ടും ഒരു ക്ലൂ തരാം. കണ്ണടയുണ്ട്, മുടിയില്ല. ഞങ്ങളുടെ മുന്നിൽ നിൽപ്പുണ്ട്. ഇനി ഇത് പറഞ്ഞാണ്ടല്ലോ വീണ്ടും നീ വെച്ചേരും. അപ്പൊ ലോൺ തരാന്ന് പറഞ്ഞത് 5 ലക്ഷം ഉറുപ്പിയുടെ ബാങ്ക് ഗ്യാരണ്ടി ഇയാളുടെ പേരിൽ എന്റെ ബാങ്കിൽ വന്നുകൊണ്ട് 5 ലക്ഷം രൂപയാ എന്റെ പേരിലോ? സംഗതി സീക്രട്ട് ആയിട്ടാണ് എത്തിയതെങ്കിലും കോഡ് നമ്പർ വെച്ചെല്ലാം ഞാൻ തപ്പിപ്പിടിച്ചു. മിടുക്ക, എങ്ങനെ ഒപ്പിച്ചു ഈ പോണ്ടിച്ചേരി കണക്ഷൻ? ഞങ്ങൾക്കൊരു ചേരിയായിട്ട് കണക്ഷൻ ഒന്നുമില്ല. പിന്നെങ്ങനെയാ പോണ്ടിച്ചേരി ആഭ്യന്തരമന്ത്രി സന്താനത്തിന്റെ മകൾ ഗായത്രി ദേവിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 5 ലക്ഷം ഉറുപ്പിയുടെ ഗ്യാരണ്ടി വന്നത്? മറ്റൊരു സ്പൈ വർക്കിലൂടെ ഒരു പെണ്ണ് ഈ വണ്ടിക്കകത്ത് നിങ്ങളോടൊപ്പം താമസമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അത് ബസന്തി അല്ലേ? ഇവിടത്തെ ബസന്തി ആയിരിക്കും അവിടത്തെ ഗായത്രി. അവിടുത്തെ ഗായത്രി ആയിരിക്കും ഇവിടുത്തെ ബസന്തി ഓ, അല്ലേ? അപ്പൊ അവള് കള്ളപ്പേരില് കള്ള പേരിൽ തന്നെ നിൽക്കുകയാണെന്ന് വെച്ചോ. പോണ്ടിച്ചേരി മന്ത്രിയുടെ മകള് മലയാളം പറയൂ. ഓ എടോ, അവളുടെ അച്ഛൻ ആ മന്ത്രി ശരിക്കൊരു മലയാളിയാ. പണ്ടങ്ങാണ്ടോ ഇവിടുന്ന് നാട് വിട്ടു പോയതാ. ഏതോ ഒരു ഒറ്റപ്പാലംകാരിയെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നതെന്നും ഞാൻ അറിഞ്ഞു. അതൊക്കെ പോട്ടറോ, ആ കുട്ടി എവിടെ? അവള് പോയി. ഇവിടെയും കൂടെ ഉള്ളൂ ഇനി തപ്പാൻ. വാ. ഇറങ്ങ ഇറങ്ങ. ബസന്തിയെ ബസന്തി ബസന്തി അയ്യോ, അവിടെ നിനക്കൊന്നും അമ്മയും പെങ്ങന്മാരും ഇല്ലടാ. ഇറങ്ങിയിരിക്കുന്ന തന്റെ മക്കളും ചെറ്റ പൊക്കാൻ തെണ്ടികള്. സാറിന് നേരത്തെ പരിചയമുണ്ടല്ലേ? എന്റെ ദൈവമേ, നീ എവിടെ പോയിട്ട് തപ്പും? സിറ്റി മുഴുവൻ കവർ ചെയ്ത് കഴിഞ്ഞു. ഇതവളാ. ഗായത്രി, ഗായത്രി, நான் அச்சனா, எழுந்துக்கு. ஓப்பா, நான் வரமாட்டேன். ஒன்னு எனக்கு பார்க்க வேண்டாம். അങ്ങനെ പറയാതെ മോളെ, ഞാനല്ലേ വിളിക്കുന്നത്. ஆமா, நீ பெரிய மினிஸ்டர். அதுக்கு எனக்கு என்ன வந்துச்சு? எனக்கு ஒன்றும் இல்லை. വാ. 55-ാമത്തെ വയസ്സിൽ എനിക്ക് രാജയോഗം ഉണ്ടെന്ന് ജോത്സ്യം പറഞ്ഞത് വെറുതെ അല്ല. കോടികളുടെ ആസ്തിയുള്ള കുട്ടിയത്. പോണ്ടിച്ചേരി കമ്മത്താൻ തേവേഴ്സ് ബാങ്കിൽ വലിയൊരു ഡെപ്പോസിറ്റ് ഉണ്ട്. ആ കാശിന്റെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കണം. നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. ഞങ്ങളോ? മഹാലക്ഷ്മി ബാങ്കിന്റെ റീജിയണൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. അതല്ല സാർ ഞാൻ ആലോചിക്കുന്നത്. പോണ്ടിച്ചേരി ആഭ്യന്തരമന്ത്രിയുടെ മകള് എന്തിനാ എന്റെ വണ്ടിയിൽ വന്ന് കയറിയെന്ന് എനിക്ക് മനസ്സിലാവും. അതെന്തെങ്കിലും ആയിക്കോട്ടെ, കാശുള്ളവര് പലതും ചെയ്യും. ചിലര് വിമാനത്തിന് ലോകം ഒട്ടാകെ ചുറ്റി നടക്കും. മറ്റു ചിലർ തണ്ടിപ്പിള്ളേരന്മാര് ഇതുപോലെ നടക്കും. അത് അവരൊരു ഹോബിയാ. കേരളം ഒട്ടാകെ മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റ്, അതല്ലേ നിങ്ങളുടെ സ്വപ്നം? നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കും. അവളുടെ അക്കൗണ്ട് എന്റെ ബാങ്കിലേക്ക് മാറ്റിയാൽ. അതൊന്നും വേണ്ട സാർ. വേണം സാർ. ഇനിയിപ്പോ ഈ കുട്ടിയെ ഞങ്ങളാണ് തട്ടിക്കൊണ്ടുവന്നതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ അതായി അതിന്റെ പ്രശ്നങ്ങളായി. അത് നമുക്ക് വഴി ഉണ്ടാക്കാം. എന്ത് വഴി? ഫോട്ടോസ് ഒരിക്കലും കള്ളം പറയാറില്ല. ഒരു ക്യാമറ ഞാൻ അറേഞ്ച് ചെയ്ത് തരുന്നു. ആ കുട്ടി നിങ്ങളുടെ കൂടെ ഓടിച്ചാടി ഫ്രീ ആയിട്ട് നടക്കുന്ന ഫോട്ടോസ് നമ്മൾ എടുക്കും. പിന്നെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മൾ ബന്ദിയാക്കി തട്ടിക്കൊണ്ടുപോയതാണെന്ന്? പറ്റില്ല. അങ്ങനെ നിരുപദ്രവമായ മാർഗത്തിലൂടെ നമ്മൾ രണ്ടു കൂട്ടരും രക്ഷപ്പെടും. എന്നാലും ഇല്ല. എങ്കിൽ ഇനി വെച്ച് താമസിപ്പിക്കണ എന്തിനാ? നമുക്ക് ഇപ്പൊ തന്നെ വിളിച്ചെണിപ്പിച്ച് ചോദിച്ചാലോ? ഓ, ജന്മനാ വിടുത്തരെ പറയൂ പൂരിത്ത കട്ടവൻ. മന്ത്രിയുടെ മോളാണ് നമ്മൾ മനസ്സിലാക്കിയെന്നറിഞ്ഞാൽ അവൾ അപ്പ സ്ഥലം വിടും. അത് ആരും അറിയാതിരിക്കാനാണല്ലോ അവള് കള്ളപ്പേരി നടക്കുന്നത്. അല്ല പിന്നെങ്ങനെ അപ്പാ ഈ ആദ്യം അവളെ വളച്ചെടുത്ത് നമ്മുടെ ആളാണ്.
വളയ്ക്കാന്നൊക്കെ പറഞ്ഞ വളരെ ചീപ്പായി. ഓ, ഞാനിത് മറ്റേ അർത്ഥത്തിൽ പറഞ്ഞതല്ല. നമ്മൾ നല്ലവരാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ് എന്നാ കുട്ടിയെ വിശ്വസിപ്പിക്കണം. അവിടെയാണ് മിടുക്ക്. പിന്നെ നമ്മൾ അവളെ മനസ്സിലാക്കിയെന്ന് അറിഞ്ഞാലും ആ കുട്ടിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇത് കൊറേ നാളെടുക്കും. എടുക്കണം. ബുദ്ധി ഉപയോഗിച്ച് വളരെ പ്ലാനിങ്ങോട് കൂടി വേണം മുന്നോട്ട് പോവാൻ. ഓ, കോടികളുടെ മുതലാണ് വെറും തറയിൽ കിടക്കുന്നത്. ചപ്പാത്തി ആൻഡ് മട്ടൻ ചാപ്സ് ഫ്രം ഹോട്ടൽ സെന്റ് സേവ്യം. അപ്പം ആൻഡ് ഫിഷ് കറി ഫ്രം ഹോട്ടൽ സെന്റ് നാരായണ. വെറും നാരായണ. എനിക്കൊന്നും വേണ്ട. മാംസാഹാരങ്ങൾ എടുത്ത് മാറ്റൂ. ദാ നോക്കൂ. ആപ്പിൾ, ഗ്രേപ്പ്, ജിലേബി, ലഡു, കേക്ക്, ബട്ടർ കേക്ക്, ഹൽവ, കപ്പ് കേക്ക്, റോസ് മിൽക്ക്, നാപ്കിൻ ആൻഡ് സ്ട്രോ ഫ്രം സിലാം ബേക്ക് ഹൗസ്. ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് ഇപ്പൊ അറിയണം. എന്നെ ഈ വണ്ടി കയറ്റി കിടത്തിയതാരാ? ഞാനാ രാത്രി വഴി കിടന്ന് പനി പിടിക്കണ്ടെന്ന് കരുതി. അല്ല, സ്നേഹം കൊണ്ട്. വേണ്ട, എന്നോട് ആരും ഒരു സ്നേഹവും കാട്ടണ്ട. എനിക്കറിയാം നിങ്ങൾക്ക് ആർക്കും ഒരു ആത്മാർത്ഥത ഇല്ലെന്ന്. ഇല്ലെങ്കിൽ എന്നെ തല്ലുമായിരുന്നോ? ഞാൻ പോവുക. പ്ലീസ്. എന്താ ഇതൊക്കെ? ലഞ്ചാ? കോണ്ടിനെന്റൽ, ചൈനീസ്, തന്തൂരി, നേപ്പാളി ബെസ്റ്റ് ഫുഡാ. എന്തിനാ ഇതൊക്കെ എന്നാ ചോദിച്ചത്? ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. അതോ എന്നെ സന്തോഷിപ്പിക്കാനോ? അതെ, അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ലാതില്ല. നമ്മൾ കണ്ടുമുട്ടി അന്ന് തന്നെ ഒരു ട്രീറ്റ് തരണമെന്ന് ഞങ്ങൾ വിചാരിച്ചത് അല്ലടാ. പിന്നെ അന്ന് ബസ്സിനകത്തുനിന്ന് കുട്ടിയെ കഴുത്തിന് പിടിച്ച് തള്ളി പുറത്താക്കിയില്ലേ? അതൊരു ടെസ്റ്റ് ആയിരുന്നു. ആ ടെസ്റ്റിൽ കുട്ടി വിജയിക്കുകയും ചെയ്തു. അല്ല, ഞാൻ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇതിലും വലിയ സമ്പന്നത ഉപേക്ഷിച്ച് പോന്നവളാ ഞാൻ. ഇഷ്ടം പോലെ പറന്നു നടക്കണം. കുട്ടിക്കാലം മുതൽ എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ അനുഭവിച്ചു തീർക്കണം. നിങ്ങൾക്കറിയോ, എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ ആദ്യമായി മിനിസ്റ്റർ ആവുന്നത്. ടെററിസ്റ്റുകളുടെ ഭീഷണി ഉള്ളതുകൊണ്ട് അച്ഛന് Z കാറ്റഗറി സെക്യൂരിറ്റി ആയിരുന്നു. കൂട്ടത്തിൽ അമ്മയ്ക്കും എനിക്കും. ക്ലാസ്സിലെ പിൻബെഞ്ചിൽ തോക്കുമായി നിൽക്കുന്ന ബ്ലാക്ക് കാറ്റ്സിന് നടുവിലിരുന്ന് ആദ്യാക്ഷരങ്ങൾ പഠിക്കേണ്ടി വന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. കൂട്ടുകാരില്ല, കളിചിരിയില്ല, ബാല്യത്തിന്റെ വർണ്ണങ്ങളൊന്നുമില്ലാത്ത നരച്ച ബാല്യം. മന്ദിരത്തിലെ സുരക്ഷിതത്വത്തിന് നടുവിലും സ്വന്തം വേലക്കാരൻ തന്നെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചതാണ് എന്നെ ആദ്യം നടുക്കിയ സംഭവം. இந்த மினிஸ்டர் வேலை நமக்கு வேண்டாங்க. வேற எവിടെയെങ്കിലും போய் ജീവിക്കാം. மரணம் காத்து விட കഴിയുന്നതിലും ഭേദം அதான். லட்சுமி, சின்ன வயசுல இருந்தே நான் பார்ட்டி மெம்பர். எவ்வளவு உதவாங்கியிருக்கு பார்ட்டிக்காக. எத்தனை வாட்டி நான் லாக்அப்ல கிடந்திருக்கு, எத்தனை வருஷம் நான் ஜெயில கிடந்திருக்கு. அதுக்கெல்லாம் எனக்கு ஒரு பலன் வேண்டாமா? பாவம், குழந்தை கொஞ்சம் பயந்துருக்கு. பரவாயில்ல, எதிர்கால வாழ்க்கைக்கு இதெல்லாம் ஒரு எக்ஸ்பீரியன்ஸா எடுத்தா போதும். மினிஸ்டர் மகதானே, மனசு கொஞ்சம் ஸ்ட்ராங்கா தானே இருக்கணும். நீ குழந்தை கூட நிம்மதியா படுத்து தூங்கு. எனக்கு கொஞ்சம் வேலை இருக்கு, நான் வரேன். உடம்பு பூரா பயங்கர வலி, பேசுறது கூட ரொம்ப கஷ்டம். இன்னைக்கு சேத்துக்குடியில மகளிர் அசோசியேஷனோட இனாகரல் ஃபங்க்ஷன் போய் தான் ஆகணும். ஞான ஆலோசிச்சுட்டு ஒரே ஒரு வழி காணணும். சேத்துக்குடியில ലക്ഷ്മി പോണം. ഞാനോ? ഒരു നല്ല വീട്ടമ്മയെ മാത്രം ജീവിക്കാൻ ആഗ്രഹിച്ച എന്റെ അമ്മയെ നിർബന്ധിച്ച് അച്ഛൻ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കി. പോയിട്ട് വാ. ലക്ഷ്മി അമ്മ, ലക്ഷ്മി അമ്മ, ലക്ഷ്മി അമ്മ, ലക്ഷ്മി അമ്മ. ആ പോയത് ആരാന്നറിയാമോ? വെറും ലക്ഷ്മി സന്താനമല്ല, சேத்துக்குடியில வரப்போற பை எலெக்ஷன்ல நம்மட பார்ட்டியோட ஸ்தானார்த்தி. இந்த உடம்பு வலி, பாடி பெயின் எல்லாம் வெறும் நாடகமா. சும்மா சொன்னா அவ போக மாட்டா. அங்க செல்லும்போ ஸ்டேஜில் வச்சு நம்மட கட்சி ஸ்தானார்த்தின்னு பார்ட்டி செக்ரட்டரி அனௌன்ஸ் செய்யும். அப்பதான் அம்மாவுக்கு எல்லாம் தெரிய போகுது. என்ன, வருங்கால பாண்டிச்சேரி முதலமைச்சர் லக்ஷ்மி சந்தானம் வாழ்க. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് അറിയില്ലേ?
செல்லம் மினர்வா தியேட்டர்ல ஸ்பீல்பர்க் உடைய பர்த் ஆஃப் அ குயின் ஓடுது. அந்த படம் உனக்கு பார்க்க வேண்டாமா? Oh, the men that attacked me. Go down there, do whatever you can. I need more time to finish the last rites. Thank Christ, the true shepherd. சினிமா பாதிக்கு நிறுத்திட்டு இത്ര തിരക്കിട്ട് എങ്ങോട്ടാ? அப்பா உங்களுக்கு என்ன ஆச்சு? லக்ஷ்மிக்கு பகரம் அங்க நான் தான் போயிருக்கணும். வணக்கம். தலைப்புச் செய்திகள். அடுத்த மாதம் நடைபெறவிருக்கும் சேத்துக்குடி பை எலெக்ஷனில் எதிர்க்கட்சியான KMK கட்சியின் தலைவர் திரு முத்துராமனின் மகன் திரு செல்வத்திற்கு எதிராக சென்ற மாதம் குண்டுவெடிப்பில் இறந்த திரு லட்சுமி சந்தானத்தின் மகள் காயத்ரியை நிறுத்துவதாக திரு RK சந்தானம் இன்று பாண்டிச்சேரியில் பத்திரிகையாளர்களிடம் அறிவித்தார். പാർട്ടി തീരുമാനിച്ചു, ഞാൻ അങ്ങ് സമ്മതിച്ചു, അவ்வளவுதான். അമ്മ മരിച്ചിട്ട് ഒരു മാസം തികഞ്ഞിട്ടില്ല. ഓർമ്മയുണ്ടോ അച്ഛന്? ഉണ്ടല്ലോ, அதனாலதானே சம்மதிச்சா. லட்சுமி மரிச்ச சென்டிமெண்ட்ஸ் இன்னும் ஜனங்க மனசுறது போல அதை நம்ம சம்பாதிச்சா நிச்சயம் நீ ஜெயிக்கும். என்ன തോൽപ്പിക്കാൻ ഏത് ശക്തികൾ അവളെ നശിപ്പിച്ചു അവരെ നശിപ്പിക്കാൻ ലക്ഷ്മിയുടെ മരണം തന്നെ നമ്മുടെ ആയുധമാക്കണം. അമ്മയുടെ മരണം പോലും വിറ്റ് വോട്ടാക്കണമെന്നല്ലേ? ചെല്ലോ, നീ ഇപ്പൊ சொன்னதாண்டி சரியான പൊളിറ്റിക്കൽ തന്ത്രം. പറ്റില്ല. സ്ഥാനാർത്ഥി അവൻ എന്നെ കിട്ടില്ല. മോളെ ഗായത്രി, ഇല്ലെന്ന് പറഞ്ഞില്ലേ? இங்க பார், இந்த RK சந்தானம் ஒரு தீர்மானம் எடுத்தா பின்ன அதுல எந்த மாற்றமும் வராதுன்னு என்ற போல் கரியாலோ. നാളെ മുതൽ ഇലക്ഷൻ പ്രചരണം തുടങ്ങണം. പുറിഞ്ഞതാ? ഒറ്റപ്പാലത്തുള്ള അമ്മയുടെ തറവാടായിരുന്നു എന്റെ ലക്ഷ്യം. പക്ഷെ എനിക്ക് മുൻപ് അച്ഛന്റെ ആൾക്കാർ എന്നെ അന്വേഷിച്ച് അവിടെ എത്തിയിരുന്നു. അവിടെ നിന്നും രക്ഷപ്പെട്ട ഞാൻ നാടോടികളുടെ കൂടെ കൂടി. ഒരു മന്ത്രിയുടെ മോളെ വഴിയോരത്ത് കിടക്കുന്ന ബസ്സിൽ ആരും പ്രതീക്ഷിക്കില്ലല്ലോ. നിങ്ങളോടൊപ്പം കൂടിയതിനു ശേഷമാണ് ജീവിക്കുന്നു എന്ന് തന്നെ ഒരു തോന്നലുണ്ടായത്. നിങ്ങളുടെ കളി, ചിരി, തമാശ, വഴക്ക് ഒക്കെ എനിക്കിഷ്ടായി. എന്തായാലും ഞാൻ ഇനി തിരിച്ചു വീട്ടിലേക്കില്ല. காயத்ரி பத்தி ஏதாவது தகவல் கிடைச்சதா? என்ன இல்ல இல்லன்றீங்க? எங்க தேடினீங்க? என்ன பண்றீங்க எல்லாரும்? സർ, പ്രതിപക്ഷ നേതാവ് മോനും കാണാൻ വന്നിട്ടുണ്ട്. வணக்கம் ஐயா. வணக்கம் வணக்கம். வாங்க உட்காருங்க. எப்படி சௌக்கியம் தானா? கடவுள் புண்ணியத்துல நல்ல சௌக்கியம். என்ன அப்படி சொல்றீங்க? இல்லனா இந்த நாட்டுடைய எதிர்க்கட்சி தலைவர் முத்துராமனும் அவரோட மக செல்வமும் ஏன் வீட்டு வாசப்படி மெரிப்பீங்களா? சரி, உங்களுக்கு நான் என்ன செய்யணும்? உங்க பொண்ணு என் அப்போசிஷன் கேண்டிடேட் உடம்பு சரியில்லாம ஹாஸ்பிட்டல்ல இருக்கான்னு கேள்விப்பட்டேன். ஆமா, இப்ப என்ன அதுக்கு? அவ எந்த ஹாஸ்பிட்டல்ல இருக்கான்னு நாங்க கொஞ்சம் தெரிஞ்சுக்கலாமா? அதை நீங்க தெரிஞ்சுக்க வேண்டிய அவசியம் இல்ல. வேண்டாம், சொல்ல வேண்டாம். ஆனா இந்த எலெக்ஷன்ல இவனுக்கு ஆப்போசிட்டா அவன் நிக்க கூடாது. சாரி முத்துராமன். ஓகே, நாங்க வரோம். ஆனா ஒரு விஷயம், உங்க பொண்ணு எங்க இருக்கா, யாரோட இருக்காங்கிறதெல்லாம் தெரிஞ்சுக்கிட்டு தான் நாங்க இங்க வந்திருக்கோம். வரட்டுமா? பாண்டியா, அவ கதையை முடிச்சிடு. ஓகே. അയ്യോ, CA നീ എന്താ പുള്ളാളിക്കണ? എന്താ സാർ കാര്യം? ഒറ്റ കീറിയാൻ വെച്ചെന്താണല്ലോ. നിന്റെ കൂടെയുള്ള പെണ്ണാരാണെന്ന് പറഞ്ഞപ്പോ എന്റെ കൈയും കാലം തളർന്നുപോയി. അല്ല, എന്താ നിന്റെയൊക്കെ ഉദ്ദേശം? സാർ, ഒന്നും ഞങ്ങൾ വേണ്ട, ഒന്നും പറയണ്ട. വായെടുത്ത രണ്ടെണ്ണം നുണേ പറയുള്ളൂ. നിങ്ങൾ കൊണ്ടു നടക്കുന്നത് കനൽക്കട്ടയാണ്. പോണ്ടിച്ചേരിന്ന് മിനിസ്റ്റർ ലെവലിലാ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. നിങ്ങൾ കുട്ടിയെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നൊക്കെയാ പറയുന്നത്. വേഗം എങ്ങനെയെങ്കിലും അതിനെ പറഞ്ഞു വിട്ട് തടി രക്ഷിക്കാൻ നോക്ക്. എന്നെ ഇവിടെ ആരും തടഞ്ഞു വെച്ചിട്ടില്ല. ഞാൻ എന്റെ ഇഷ്ടത്തിന് വന്നു, എന്റെ ഇഷ്ടത്തിന് ഇവിടെ നിൽക്കുന്നു. പ്ലീസ് മാഡം, മാഡത്തിന് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാഞ്ഞിട്ടാ.
നിങ്ങളൊരു ഹോം മിനിസ്റ്ററുടെ മകളാ. നിങ്ങൾ സഹകരിക്കില്ലെങ്കിൽ 2 സ്റ്റേറ്റുകൾ തമ്മിൽ പ്രശ്നമുണ്ടാവും. ഇതൊരു ആഭ്യന്തര പ്രശ്നമാക്കി മാറ്റരുത്. വെറുതെ ഈ പാവങ്ങളുടെ ജീവിതം കളയരുത്. കാര്യം ഇവരെന്നെ കുറെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലും ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന യുവമാരെ എനിക്കിഷ്ടമാണ്. അതുകൊണ്ടാ ഹൈലി കോൺഫിഡൻഷ്യലായി നീങ്ങുന്ന ഈ കാര്യം ഞാൻ തന്നെ ഒന്ന് അറിയിച്ചത്. എനിക്ക് ഇത്രയൊക്കെ പറ്റൂ. DAGയും ഗ്രൂപ്പോ വരുന്നത്. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അവരെന്നെ കാണണ്ട. അവരൊന്നും ചെയ്യരുത്. Stop it. ഇനി അവരെ തൊട്ട് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. Leave them. Sir, please. കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഇനി ഞാൻ ഇവിടെ നിന്ന് നിങ്ങളുടെ ലൈഫിന് ആപത്താ. നിങ്ങൾ രണ്ടുപേരും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഉണ്ണിയേട്ടന്റെ പ്രശ്നങ്ങൾക്കിടയിൽ വീണ്ടും ഞാനൊരു പ്രശ്നമായി. വേണ്ട, എനിക്ക് വേണ്ടി നിങ്ങൾ വേദനിച്ച അതെനിക്ക് താങ്ങാനാവില്ല. അത്രയ്ക്ക് ഞാൻ പോവാ. എന്നും മനസ്സിലുണ്ട്. ഒരിക്കലും എന്നെ മറക്കരുത്. இந்த கவர்மெண்ட் மேல எனக்கு இருந்த நம்பிக்கை போயிடுச்சு. அதனால நானும் முத்துராமன் அவர்களும் சேர்ந்து ஒரு புது கூட்டணி அமைச்சுக்கலாம்னு முடிவு பண்ணி. அப்ப நெக்ஸ்ட் சிஎம் சந்தேகம் என்ன? ஆர்கே சந்தானம் தான். அப்ப நீங்க? மிஸ்டர் முத்துராமன் அவர்கள் ஹோம் மினிஸ்டர். அது மட்டும் இல்ல, எங்களுக்குள்ள இருக்கிற உறவை பலப்படுத்திக்கிறதுக்கு நாங்க இன்னொரு முடிவு எடுத்திருக்கோம். பையனுடைய அப்பாங்கிற முறையில அதை நீங்க சொன்னா நல்லா இருக்கும். சரி, அப்படியே ஆகட்டும். சந்தான மகள் காயத்ரிக்கும் என் பையன் செல்வனுக்கும் கல்யாணம் பண்ணி வைக்கிறதா நாங்க முடிவு பண்ணிட்டோம். அதுக்கான நிச்சயதார்த்தம் இந்த மாசம் 24ஆம் தேதி மிஸ்டர் சந்தான வீட்லயே நடக்கும்.